നമ്മളിന്നിവിടെ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കൺസെപ്റ്റും എക്സ്പ്ലനേഷൻസൊക്കെയാണ്. ഒന്നാമതായി വരുന്ന ചോദ്യം, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻറിച്ച്ഡ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതൊരു പാർട്ടിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ എൻറിച്ച് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ കണ്ടെയ്നഡ് ഇൻ ആർട്ടിക്കിൾസ് 12 to 35 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ പാർട്ട് 3. പാർട്ട് 3ൽ ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വിശദീകരിക്കുന്നത്. ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് കോർണർ സ്റ്റോൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ, ഈ ഒരു പോർഷനെ, ഈ പാർട്ട് 3യെ കോർണർ സ്റ്റോൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും കൂടി വിളിക്കാറുണ്ട് എന്നുള്ളതാണ്. Fundamental rights are the basic human freedoms guaranteed to all citizens and in some cases non-citizens to ensure dignity, liberty and equality. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസണിനും ഗ്യാരണ്ടി നൽകുന്ന റൈറ്റ്സുകളാണ്. ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ചില സിറ്റുവേഷനിൽ നോൺ സിറ്റിസനും കൂടിയും ചില റൈറ്റ്സുകൾ നൽകുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? എൻഷുർ ഡിഗ്നിറ്റി, ലിബേർട്ടി, ഈക്വാലിറ്റിയും ലിബേർട്ടിയും അതുപോലെ തന്നെ ഡിഗ്നിറ്റിയൊക്കെ എൻഷുർ ചെയ്യുന്നുണ്ട്, ഉറപ്പാക്കുന്നുണ്ട്. ദ ആക്ട് ആസ് ലിമിറ്റേഷൻസ് ഓൺ ദ പവർ ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് പ്രൊട്ടക്ട് ദ ഇൻഡിവിജ്വൽസ് ഫ്രം ആർബിട്രറി ആക്ഷൻസ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ആക്ട്സ് ആസ് എ ലിമിറ്റേഷൻ ഓൺ ദി പവർ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ പവറിൻ്റെ മുകളിലൊരു ലിമിറ്റേഷൻ വെക്കുന്നു. ആൻഡ് പ്രൊട്ടക്ട് ദ ഇൻഡിവിജ്വൽ ഫ്രം ആർബിട്രറി ആക്ഷൻ. ആർബിട്രറി സ്വേച്ഛാധിപരമായിട്ടുള്ള ആക്ഷനിൽ നിന്നും, പ്രവർത്തനങ്ങളിൽ നിന്നും ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഇൻഡിവിജ്വലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ദെൻ ദേ ആർ കൺസിഡേർഡ് ദ കോർണർ സ്റ്റോൺ ഓഫ് ദ ഡെമോക്രസി ഇൻ ഇന്ത്യ ആൻഡ് ആർ ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് എ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഈ കോർണർ സ്റ്റോൺ ഓഫ് ദ ഡെമോക്രസിയുടെ കോർണർ സ്റ്റോണായ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഓൾറെഡി മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നും കൂടി വിളിക്കാറുണ്ട് എന്നുള്ളതാണ്. എന്താണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്? 1200കളിൽ ബ്രിട്ടീഷ് രാജാവ് കുറേ അവകാശങ്ങളുമായി പറഞ്ഞിട്ടുള്ള ഒരു പത്രിക പുറപ്പെടുവിച്ചതാണ് ലണ്ടനിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ പോലെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നും കൂടി വിളിക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, പാർട്ട് 3 ആൻഡ് വിച്ച് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ടുഗദർ ആർ കോൾഡ് കൺഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കൺഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് പാർട്ട് 3യോടൊപ്പം ഏത് ഭാഗവും കൂടി ചേരുമ്പോഴാണ് എന്നുള്ളതാണ്. ആൻസർ ബി ആണ്, പാർട്ട് 4ഉം കൂടിയാണ്. പാർട്ട് 3 നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ടുഗദർ ആർ കോൾഡ് കൺഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനാണ് കൺഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ബിക്കോസ് ദേ റെപ്രസെൻറ്റ് ഇറ്റ് ഈസ് മോറൽ കോർ. അതെന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു മോറൽ കോർ, ധാർമ്മികമായിട്ടുള്ള ഒരു വിഷയമാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് പാർട്ട് 4 ഡയറക്റ്റീവ് പോളിസി, സ്റ്റേറ്റ് പോളിസി ടുഗദർ ആർ കോൾഡ് കൺഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. വി ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ്. ആസ് എംഫസൈസ്ഡ് ബൈ ദ ഡോക്ടർ B.R. അംബേദ്കർ, ദേ റിഫ്ലെക്ട്സ് ഇറ്റ് ഈസ് കോർ വാല്യൂസ്. അംബേദ്കർ പറയുന്നതാണ് ഇത് കോർ വാല്യൂസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാർട്ട് 3 ഗ്യാരണ്ടീസ് ജസ്റ്റീഷ്യബിൾ റൈറ്റ്സ് ആൻഡ് ലൈക്ക് ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം. ഫ്രീഡം പോലെ ജസ്റ്റീഷ്യബിൾ റൈറ്റാണ്. അതായത് നമുക്ക് കോടതിയിൽ പോയി ആ റൈറ്റ് നമുക്ക് എന്താക്കാൻ പറ്റും? എൻഫോഴ്സ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്രൊട്ടക്റ്റിംഗ് ഇൻഡിവിജ്വൽ ഫ്രം സ്റ്റേറ്റ് ആക്ഷൻ. സ്റ്റേറ്റിൻ്റെ ആക്ഷനിൽ നിന്ന് ഇൻഡിവിജ്വലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പാർട്ട് 4 കണ്ടെയ്ൻ നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. നോൺ ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പിൾ, സം കൈൻഡ്സ് ഓഫ് പ്രിൻസിപ്പിളാണ്. ഗൈഡിങ് ദ സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് സോഷ്യൽ എക്കണോമിക് ജസ്റ്റിസ്. സോഷ്യൽ എക്കണോമിക് ജസ്റ്റിസിന് വേണ്ടി, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് നിലകൊള്ളേണ്ട കാര്യങ്ങളാണെന്ന് പറയുന്നത്. ടുഗദർ ദേ ബാലൻസ് ലിബേർട്ടി, വെൽഫെയർ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് തരുമ്പോൾ ലിബേർട്ടി, വെൽഫെയർ, എൻഷുറിങ് ബോത്ത് പൊളിറ്റിക്കൽ ഡെമോക്രസി ആൻഡ് സോഷ്യൽ ഡെമോക്രസി. പൊളിറ്റിക്കൽ ഡെമോക്രസി നോർമലി നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ എൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. അത് നേരെ തിരിച്ച് വരുന്ന സമയത്ത് ഇത് മോറൽ ഡെമോക്രസി പ്രധാനമായിട്ടും ചൂസ് ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ സോഷ്യൽ ഡെമോക്രസി പ്രധാനമായിട്ടുണ്ടാവുന്നത് സോഷ്യൽ വെൽഫെയറിനൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്താണ് എന്നുള്ളതാണ്. ആൻഡ് ഗൈഡ് ഗവേണൻസ് വിൽ സേഫ് ഗാർഡിങ് സിറ്റിസൺ റൈറ്റ്സ് ദസ് ഫോമിങ് ദ മോറൽ ബാക്ക് ബോൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ എന്താക്കുന്നു?
മോറൽ ബാക്ക് ബോൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ധാർമ്മികപരമായിട്ടുള്ള നട്ടല്, ബാക്ക് ബോണിനെ എന്താക്കുന്നു, ധാർമ്മികപരമായിട്ടുള്ള ഒരു അടിത്തറ പാകുന്നു എന്നുള്ളതാണ്. ഇനി ജസ്റ്റിഷ്യബിൾ റൈറ്റ്. ഇനി നമുക്ക് ജസ്റ്റിഷ്യബിൾ ആൻഡ് നോൺ ജസ്റ്റിഷ്യബിൾ റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ജസ്റ്റിഷ്യബിൾ റൈറ്റ്സ് എന്ന് പറയുന്നത് നോർമലി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ പോലെ തന്നെ ഡെഫിനീഷൻ എന്താണ്, റൈറ്റ്സ് ആർ ദാറ്റ് ആർ അബ്സൊല്യൂട്ട് ആൻഡ് എൻഫോഴ്സിബിൾ ബൈ ദ ജുഡീഷ്യറി അണ്ടർ ആർട്ടിക്കിൾ 32 ആൻഡ് 226. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിലും ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയിലും നമുക്ക് എന്താക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് ജസ്റ്റിഷ്യബിൾ റൈറ്റ്സ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും, നടപ്പിലാക്കാൻ പറ്റും. അതാരെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് റിട്ട് പെറ്റീഷൻ കൊടുക്കാൻ പറ്റും. അതുമൂലം നമുക്ക് ആ അവകാശം നേടിയെടുക്കാൻ പറ്റും. എക്സാമ്പിൾ റൈറ്റ് ടു ഈക്വാലിറ്റി നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 14 to 18 വരെ ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23, 24 ഡിഫൈൻ ചെയ്യുന്നത് പോലെ. ഇനി നോൺ ജസ്റ്റിഷ്യബിൾ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള റൈറ്റ്സ് നമുക്ക് എന്താക്കാൻ പറ്റില്ല, കോടതിയിൽ നമുക്ക് എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഡെഫിനിഷൻ പ്രിൻസിപ്പിൾ ദാറ്റ് സ്റ്റേറ്റ് ഷുഡ് അപ്ലൈ വിൽ ദ മേക്കിംഗ് ലോസ് ബട്ട് കാനോട്ട് ബി ഡയറക്ട്ലി ചലഞ്ച് ഇൻ ദ കോർട്ട്. കോടതിയിൽ ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. എങ്കിലും എപ്പോഴും ഒരു സ്റ്റേറ്റ് ഒരു ലോ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഷുഡ് അപ്ലൈ എന്നാണ്, സ്റ്റേറ്റ് ഷുഡ് അപ്ലൈ, നിർബന്ധമായിട്ട് അത് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. നേച്ചർ എന്നാണ് ഇതിൻ്റെ പോസിറ്റീവ് ഡ്യൂട്ടീസ് ഫോർ ദി സ്റ്റേറ്റ് ടു അച്ചീവ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സ്റ്റേറ്റ് നേടണം, അതിനുവേണ്ടി ഇത് നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ നോക്കുക, റൈറ്റ് ടു അഡക്വേറ്റ് ലൈവ്ലിഹുഡ്. സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു ജീവിത നിലവാരം കിട്ടാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 39 പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ഈക്വലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈക്വൽ പേ നൽകണം എന്നുള്ളത്. റൈറ്റ് ടു വർക്ക് ചെയ്യാനുള്ള അവകാശം, ഇങ്ങനെയുള്ള റൈറ്റുകളൊക്കെയാണ് ഇതിൽ പെടുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ആർട്ടിക്കിൾസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഏതാണ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷനിൽ? ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 12 to 35 ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ എൻറിച്ച്ഡ് ഇൻ ദി ആർട്ടിക്കിൾ 12 to 35 അണ്ടർ ദ പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. മൂന്നാം ഭാഗത്തിൽ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ആർട്ടിക്കിൾ 13 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 13 താഴെ പറയുന്ന ഏതെല്ലാമായി ബന്ധപ്പെട്ടിട്ടാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈക്വാലിറ്റി ബിഫോർ ലോ, ജുഡീഷ്യൽ റിവ്യൂ ഓഫ് ലോ. ആൻസർ വരുന്ന ജുഡീഷ്യൽ റിവ്യൂ ഓഫ് ലോ ആണ്. ആർട്ടിക്കിൾ 13 എൻഷൂർസ് ദാറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സുപ്രീം. ആർട്ടിക്കിൾ 13 പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സുപ്രീം ആണെന്ന് പറയുന്നത്. ഇറ്റ് ഡിക്ലെയർസ് ദാറ്റ് എനി ലോ ദാറ്റ് വയലേറ്റ്സ് ഓർ ടേക്സ് അവേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈസ് വോയിഡ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ലോ ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ലോ വരികയാണെങ്കിൽ, അതെന്താണ് കൊണ്ടുവരികയാണെങ്കിൽ അത് വോയിഡ് ആണ്, അതായത് ഇൻവാലിഡ് ആണ് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 13 ക്ലോസ് 1 പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ലോസിനെ കുറിച്ച് പറയുന്നത്, വിച്ച് മീൻസ് കവേഴ്സ് ലോ മെയ്ഡ് ബിഫോർ 26 January 1950. 1950 ജനുവരി 26 മുമ്പ് ഉണ്ടാക്കിയ നിയമങ്ങളെ കുറിച്ചിട്ടാണ്. അതാണ് പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്ന് പറയുന്നത്. ഇഫ് സച്ച് ലോ ആർ ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അങ്ങനെയുള്ള ഏതെങ്കിലും നിയമങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ദ ബിക്കം വോയിഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഇൻകൺസിസ്റ്റൻസി. അത് ഇൻകൺസിസ്റ്റൻസി എന്നുള്ള രീതിയിൽ അതിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് അതിനെ എന്താക്കുകയാണ്, വോയിഡ് ആക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, വോയിഡ് മീൻസ് ഇൻവാലിഡ് ആക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, എ കൊളോണിയൽ ലോ റെസ്ട്രിക്റ്റിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച്. ഒരു കൊളോണിയൽ ലോ ഉണ്ട് റെസ്ട്രിക്റ്റിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ചിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്, ബിക്കംസ് ഇൻവാലിഡ് ആണ് ആഫ്റ്റർ ദ കോൺസ്റ്റിറ്റ്യൂഷന് ശേഷം. ഇഫ് ഇറ്റ് വയലേറ്റ്സ് ആർട്ടിക്കിൾ 19, അങ്ങനെയുള്ള ഒരു കൊളോണിയൽ ലോ ഉണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾ 19 വയലേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ വയലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് ഇൻവാലിഡ് ആണ് എന്നുള്ളതാണ്. ഇനി ആർട്ടിക്കിൾ 13 ക്ലോസ് 2 എന്ന് പറയുന്നത് പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ശേഷം വരുന്ന നിയമങ്ങൾ. ദ സ്റ്റേറ്റ് കാനോട്ട് മേക്ക് എനി ലോ ദാറ്റ് ടേക്സ് അവേ ഓർ അബ്രിഡ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങൾ, അതിനെ മാറ്റിവെക്കുന്ന ഒരു കാര്യങ്ങളും ഒരു സ്റ്റേറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സ്റ്റേറ്റിന് അങ്ങനെയുള്ളൊരു നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇഫ് ഇറ്റ് ഡസ്, അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സച്ച് ലോ ഈസ് വോയിഡ് ഫ്രം ദി ബിഗിനിങ്. അതായത് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാണെങ്കിൽ വോയിഡ് എബിനീഷ്യോ, നിയമം തുടക്കം മുതൽ തന്നെ ഫ്രം ദി ബിഗിനിങ് ടു എന്താണ്, അത് ഇൻവാലിഡ് ആയിട്ടുള്ള ലോ ആണ് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ആർട്ടിക്കിൾ 13 അണ്ടറിൽ പറയുന്ന കീ ഡോക്ട്രിൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഡോക്ട്രിൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളതാണ്. കോർട്ട് ക്യാൻ എക്സാമിൻ ലോ വാസ് ഡിക്ലെയർ ദം ഇൻവാലിഡ് ഇഫ് ദേ വയലേറ്റ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. കോടതിക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും നിയമങ്ങളെ ആൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും
നിയമങ്ങളെക്കുറിച്ചിട്ട് അത് ഇൻവാലിഡ് ആണെങ്കിൽ, അതുപോലെ തന്നെ അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എക്സാമിൻ ചെയ്യാനും അതിന് ഇൻവാലിഡായി ഡിക്ലെയർ ചെയ്യാനും പറ്റും. മേക്സ് ദ ജുഡീഷ്യറി ദ ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെന്താക്കുകയാണ്? ജുഡീഷ്യറിനെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഗാർഡിയനാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ്. സെക്കൻഡ് ഡോക്ട്രിൻ എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി എന്നുള്ളതാണ്. ഇഫ് ഓൺലി പാർട്ട് ഓഫ് ദി ലോ വയലേറ്റ്സ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഒരു ലോയിൻ്റെ പാർട്ട് വയലേറ്റ് ചെയ്യുന്നു, ഒരു ഭാഗം വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺലി ദാറ്റ് പാർട്ട് ഈസ് സ്ട്രക്ക് ഡൗൺ, നോട്ട് ദ എൻറ്റയർ ലോ. ആ ഭാഗം മാത്രം സ്ട്രക്ക് ചെയ്യും, തടസ്സപ്പെടുത്തും, നിർത്തിവെക്കും. കൂടാതെ നോട്ട് എൻറ്റയർ ദ ലോ, നിയമം മുഴുവൻ എന്താക്കുകയില്ല, സ്ട്രക്ക് ചെയ്യുകയില്ല. ആ പോർഷൻ മാത്രം സ്ട്രക്ക് ചെയ്യും, അത് നിർത്തിവെക്കുമെന്നുള്ളത്, തടസ്സപ്പെടുത്തി വെക്കുമെന്നുള്ളതാണ്. ഇനി ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് എന്ന് പറയുന്നത് പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ വയലേറ്റിംഗ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇനി ഒരു പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നോട്ട് കംപ്ലീറ്റ്ലി ഡെഡ്, അങ്ങനെ ഒരു നിയമം കംപ്ലീറ്റ്ലി ഡെഡ് ആക്കണം എന്നില്ല, അതായത് കംപ്ലീറ്റ്ലി അതിൻ്റെ നിലനിൽപ്പിനെ അവസാനിപ്പിക്കണം എന്നില്ല. ബട്ട് ഇനാക്റ്റീവ് ചെയ്യും, അതായത് എക്ലിപ്സ് ചെയ്യും. ദേ ക്യാൻ റിവൈവ് ഇൻകൺസിസ്റ്റൻസി റിമൂവ്ഡ് എന്നുള്ളത്. അത് ഇനാക്റ്റീവ് ആവും, അതായത് ആക്റ്റീവിലാവുകയില്ല, എന്നിട്ട് അത് വീണ്ടും റിവൈവ് ചെയ്യും, വീണ്ടും ആ നിയമങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇഫ് ദ ഇൻകൺസിസ്റ്റൻസി റിമൂവ്ഡ് എന്നുള്ളത്. അതായത് ഇൻകൺസിസ്റ്റൻസി, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് കൺസിസ്റ്റൻ്റ് ആവാത്ത പാർട്ട്, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാർട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം റിമൂവ് ചെയ്താൽ അത് വീണ്ടും റിവൈവ് ആയി കൊണ്ടുവരും. അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ജുഡീഷ്യൽ റിവ്യൂ ഇൻ ഇന്ത്യ ഈസ് എ ഫീച്ചർ ബോറോഡ് ഫ്രം വിച്ച് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യയിൽ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളൊരു കൺസെപ്റ്റിന്, എന്നൊരു ഫീച്ചറിനെ ബോറോ ചെയ്തത്, കടമെടുത്തത് എന്നാണ് ചോദിക്കുന്നത്. എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, കാനഡ, US. ആൻസർ USA ആണ്. ദ കൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി US സുപ്രീം കോർട്ട്സ് ഡിസിഷൻ ഇൻ മാർബറി വേഴ്സസ് മാഡിസൺ ആൻഡ് മാർബറി വേഴ്സസ് കേസിൽ, ആ ഒരു കേസിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള കൺസെപ്റ്റ് യുണൈറ്റഡ് സിസ്റ്റത്തിലേക്ക് വരുന്നത് 1803. അതിനെയാണ് നമ്മൾ എന്താക്കുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്ന സമയത്ത് ആ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളൊരു കൺസെപ്റ്റിന് എടുക്കുന്നത്. ഫോമിംഗ് ദ ബേസിസ് ഓഫ് ഇന്ത്യൻ ജുഡീഷ്യൽ റിവ്യൂ സിസ്റ്റം, ആ ഒരു കേസിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ ജുഡീഷ്യൽ റിവ്യൂ സിസ്റ്റം എന്താക്കുന്നത്, ഫോം ചെയ്യുന്നത് എന്നുള്ള രൂപീകരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നൗൺ ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. ഇതിൽ പ്രധാനമായിട്ടും നമ്മളുള്ളത് പാർട്ട് ബി ആണ്, ആൻസർ ബി ആണ്. പാർട്ട് 3 ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നൗൺ ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ ബിക്കോസ് ഇറ്റ് ഗ്യാരണ്ടീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇതെന്ത് നൽകുന്നു? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗ്യാരണ്ടി നൽകുന്നു. വിച്ച് ആർ ദ ക്രൂഷ്യൽ ഫോർ പ്രൊട്ടക്റ്റിംഗ് സിറ്റിസൺ ഫ്രം ബേസിക് ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി. സ്വാഭാവികമായിട്ടും അത് ഇൻഡിവിജ്വലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സിറ്റിസണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ബേസിക് ഫ്രീഡവും ഡിഗ്നിറ്റിയൊക്കെ നൽകുന്നു എന്നുള്ളതാണ്. ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ക്ലോസ് ഓഫ് ദി ആർട്ടിക്കിൾ 13 പ്രിവെൻറ്റ്സ് ദ സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് ന്യൂ ലോസ് ദാറ്റ് വയലേറ്റ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിൾ ക്ലോസിലാണ്, അതായത് ആർട്ടിക്കിൾ 13 ഏത് ക്ലോസിലാണ് പറയുന്നത് എന്നുള്ളതാണ്. ആൻസർ ബി ആണ്, ആർട്ടിക്കിൾ 13 ക്ലോസ് 2. ഇതിലാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നത്. ആർട്ടിക്കിൾ 13 ക്ലോസ് 2 പ്രൊഹിബിറ്റ്സ് ദ സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് ലോസ് ദാറ്റ് ടേക്ക് അവേ ഓർ അബ്രിഡ്ജ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പുറത്തേക്ക്, അതല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ മാറ്റിക്കൊണ്ട് ഒരു നിയമങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇഫ് എനി സച്ച് ലോ ഈസ് മെയ്ഡ് ഇറ്റ് ഈസ് വോയിഡ്. അങ്ങനെ വരുന്ന ലോ എന്താണ്? വോയിഡ് ആണ് എന്നുള്ളതാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റൈറ്റ്സ് ആർ ദ ഔട്ട്സൈഡ് ഓഫ് ദ പാർട്ട് 3. ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് പുറത്തുള്ള റൈറ്റ്സ് ഏതൊക്കെയാണ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. താഴെ പറയുന്നതിൽ നിന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പെടാത്ത ഏത് ഭാഗമാണെന്നാണ് പറയുന്നത്. ഒന്ന് ഓപ്ഷൻ വരുന്നത് റൈറ്റ് ടു അക്വയർ പ്രോപ്പർട്ടി, ഫ്രീഡം ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ്, റൈറ്റ് ടു വോട്ട്, ഓൾ ഓഫ് അബവ് എന്നുള്ളതാണ്. ഇതിൽ സ്വാഭാവികമായിട്ടും മുകളിലുള്ള ഒന്നും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പെടുന്നതല്ല. റൈറ്റ് ടു അക്വയർ പ്രോപ്പർട്ടി എന്നുള്ളതാണ്. നമുക്ക് ആദ്യം അതിനൊന്ന് നോക്കാം. ഒറിജിനലി ദ റൈറ്റ് ടു അക്വയർ പ്രോപ്പർട്ടി വാസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് അണ്ടർ ദ ആർട്ടിക്കിൾ 31. ആർട്ടിക്കിൾ 31ൻ്റെ അടിയിൽ സ്വാഭാവികമായിട്ടും മുമ്പ് എന്തുണ്ടായിരുന്നു? റൈറ്റ് ടു അക്വയർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. ഹവർ ഇറ്റ് വാസ് റിമൂവ്ഡ് ഫ്രം ദ പാർട്ട് 3 ബൈ ദ 44th അമെൻമെൻറ്റ് ആക്ട് 1978. 1978 44ാമത് അമെൻമെൻറ്റ് പ്രകാരം ഇതെന്താക്കി? ഈ ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്നും റിമൂവ് ചെയ്തു എന്നുള്ളതാണ്. നൗ ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 300A. നിലവിൽ ഇപ്പോൾ അതെന്താണ്? ഒരു ലീഗൽ റൈറ്റാണ് ആർട്ടിക്കിൾ 300A പ്രകാരം. ഇൻ പാർട്ട് 12 അത് ഡിഫൈൻ ചെയ്യുന്നത്. നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫ്രീഡം ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ് എന്നുള്ളത്. ദിസ് റൈറ്റ് ഈസ് പ്രൊവൈഡഡ് അണ്ടർ ദ ആർട്ടിക്കിൾ
301 ആൻഡ് 301 to 307. ആർട്ടിക്കിൾ 301 മുതൽ 307 വരെയാണ് ഫ്രീഡം ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡിനെ കുറിച്ച് പറയുന്നത്. ദീസ് ആർട്ടിക്കിൾസ് ഫാൾ അണ്ടർ ദ പാർട്ട് 13 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 13 ഇതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് എൻഷൂസ് ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ് ത്രൂ ഔട്ട് ഇന്ത്യ. ഒരാൾക്ക് ഒരു കൊമേഴ്സും ട്രേഡൊക്കെ നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് ഇത് ഉറപ്പ് തരുന്നു ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം എന്നുള്ളത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നുള്ളതാണ്. ത്രൂ ഔട്ട് ഇന്ത്യയിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. ഔട്ട്സൈഡുമായി നടത്തുന്നതിൻ്റെ പ്രൊവിഷനും എല്ലാം ഉണ്ട്. മൂന്നാമത് പറയുന്നത് റൈറ്റ് ടു വോട്ടാണ്, ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം എന്നുള്ളത്. ദ റൈറ്റ് ടു വോട്ട് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്, ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഗവേൺ മെയിൻലി ബൈ ആർട്ടിക്കിൾ 326. ആർട്ടിക്കിൾ 326 പ്രകാരമാണ് അഡൾട്ട് സഫ്രേജ് റൈറ്റ് ടു വോട്ടിനെ കുറിച്ച് പറയുന്നത്. അതൊരു ലീഗൽ റൈറ്റാണ്, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നുള്ളതാണ്. ലോസ് ലൈക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട്, ഇതുമായി ബന്ധപ്പെട്ട ലോയാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് എന്നൊക്കെ പറയുന്നത്. സിൻസ് ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് 3, ഇത് പാർട്ട് 3യുടെ ഒരു ഭാഗമല്ല, ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഇതെന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റിന് പുറത്തുള്ള ഒന്നാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ കറൻ്റ്ലി പ്രൊവൈഡഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എത്രയാണ്? ആൻസർ 6 ഓപ്ഷൻ എ ആണ്. ഒറിജിനലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫോർ 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആദ്യകാലത്ത് 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. ബട്ട് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവഡ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ദ 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 1978. 1978 44ാം അമെൻമെൻറ്റ് ഭേദഗതി പ്രകാരം റൈറ്റ് ടു അക്യൂർ പ്രോപ്പർട്ടി എന്താക്കി, റിമൂവ് ചെയ്തു. ദസ് അങ്ങനെ അറ്റ് ദ പ്രസൻറ്റ് നിലവിൽ എന്തുണ്ട്, ദർ ആർ ഓൺലി 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നിലവിൽ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണുള്ളത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത താഴെ പറയുന്നതിൽ നിന്ന് ഏതാണ് എന്നുള്ളതാണ്. 4 ഓപ്ഷനാണുള്ളത്. ഓപ്ഷൻ എ പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ടു സ്പീച്ച് എന്നുള്ളതാണ്. ബി എന്ന് പറയുന്നത് റൈറ്റ് ടു ഈക്വാലിറ്റി ബിഫോർ ലോ ആണ്. സി എന്ന് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഡി എന്ന് പറയുന്നത് റൈറ്റ് ടു ഈക്വൽ വേജ് ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൽ പറയുന്നത് ആൻസർ. റൈറ്റ് ടു ഈക്വൽ വേജ് ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളത് ദിസ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഇത് ഫണ്ടമെൻ്റൽ നോട്ട് റൈറ്റിൽ പെടുന്നതല്ല. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളതാണ്. DPSP ആണ് ചുരുക്കമാണ്. അണ്ടർ ദ ആർട്ടിക്കിൾ 39 ക്ലോസ് ഡി എന്നുള്ളതാണ്. 39 ക്ലോസ് 39 ക്ലോസ് ഡിയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്താണ് ഈ DPSP കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് DPSP ആർ നോൺ ജസ്റ്റീഷ്യബിൾ എന്നുള്ളതാണ്. ഓൾറെഡി വി ഡിസ്കസ്ഡ് ദാറ്റ്. ജസ്റ്റീഷ്യബിൾ, ജസ്റ്റീഷ്യബിൾ ആൻഡ് നോൺ ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ, ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റും. നോൺ ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ അത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്. യു ക്യാൻ നോട്ട് ഡയറക്റ്റ്ലി അപ്രോച്ച് ദ കോർട്ട് ടു എൻഫോഴ്സ് ദം. അത് എൻഫോഴ്സ് ചെയ്യിക്കണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ദേ ആർ ഗൈഡ് ലൈൻസ് ഫോർ ദി ഗവൺമെൻറ് ടു ക്രിയേറ്റ് ലോസ് ആൻഡ് പോളിസീസ്. ഗവൺമെൻറ് എന്തുണ്ടാക്കണം, അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ നോക്കിയിട്ട് വേണം, ആ ഒരു ഗൈഡ് ലൈൻസിനെ പരിഗണിച്ചിട്ട് വേണം എന്തുണ്ടാക്കാൻ, നിയമങ്ങൾ ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. ഈവൻ ദോ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ തന്നെ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് സംടൈംസ് എൻഫോഴ്സ്ഡ് യൂസിങ് ആർട്ടിക്കിൾ 14 ആൻഡ് ആർട്ടിക്കിൾ 16. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലെങ്കിൽ പോലും ചില സിറ്റുവേഷനിലേക്ക് ഓൾമോസ്റ്റ് സംടൈംസിലേക്ക് എൻഫോഴ്സ്ഡ് ഇറ്റ് യൂസിങ് ഈക്വാലിറ്റി കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 14 പ്രകാരവും, അതുപോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ നൽകണം എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 16 പ്രകാരവും സുപ്രീം കോടതി പല കേസുകളിലും വിധികൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇൻ പ്രാക്ടീസ് കോർട്ട് മേ പ്രൊട്ടക്ട് ഇൻ ഇറ്റ് ഇൻഡയറക്ട്ലി. ഒരു യഥാർത്ഥത്തിൽ കോടതി എന്താക്കുന്നത്, ഇത് ഇൻഡയറക്ട്ലി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളത് ഇൻഡയറക്ട്ലി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് കോൺസ്റ്റിറ്റ്യൂഷൻലി ഇറ്റ് ഈസ് നോട്ട് ലിസ്റ്റഡ് ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനാ പ്രകാരം ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫിക്കലി ഡീൽസ് വിത്ത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് പ്രൊട്ടക്ടിങ് ദ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് ദി മൈനോറിറ്റീസ്. 11ാമതായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ ഏത് ആർട്ടിക്കിളാണ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫിക്കലി ഡീൽ ചെയ്യുന്നത്? ഏത് ആർട്ടിക്കിളാണ് പ്രത്യേകമായി ഡീൽ ചെയ്യുന്നത്? എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നത്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റിംഗ് ദ ലാംഗ്വേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സ്ക്രിപ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങളുടെ കൾച്ചറിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 29, 30 അത് ഡീൽ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 29 എന്താണ് പറയുന്നത്? 29 പറയുന്നത് പ്രൊട്ടക്ട്സ് ദ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് എനി സെക്ഷൻ ഓഫ് സിറ്റിസൺസ്
ആൻഡ് പ്രൊഹിബിറ്റ്സ് എ ഡിസ്ക്രിമിനേഷൻ ഇൻ എഡ്യൂക്കേഷണൽ അഡ്മിഷൻസ്. ഏത് സിറ്റിസൻ്റെയും എനി കൈൻഡ് ഓഫ് സിറ്റിസൻ്റെ എനി സെക്ഷൻ ഓഫ് സിറ്റിസൻ്റെയും സ്ക്രിപ്റ്റ്, ലാംഗ്വേജ്, കൾച്ചറിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ ഇൻ ദി അഡ്മിഷൻ, എഡ്യൂക്കേഷണൽ അഡ്മിഷനിൽ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ വരുന്നതിന് അതിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്, പ്രൊഹിബിറ്റ് ചെയ്യുന്നു, നിരോധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ആർട്ടിക്കിൾ 30 എന്താണ് പറയുന്നത്? ഗിവ്സ് ദ മൈനോറിറ്റീസ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മാനേജ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ ബൈ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ ഒന്നൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ തന്നെ ഓരോ മൈനോറിറ്റീസിനും അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താക്കാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വിച്ച് ഡീൽസ് വിത്ത് ദ പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ ഈസ് എൻറിച്ച്ഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾസ്. ഏത് ആർട്ടിക്കിളിൻ്റെ കീഴിലാണ് ദ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെതിരെയുള്ള റൈറ്റുകൾ, അവകാശങ്ങൾ വിച്ച് ഡീൽസ് വിത്ത് ദ പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഓർ ഫോഴ്സ്ഡ് ലേബർ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ലേബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് നിർബന്ധിതമായിട്ട് തൊഴിലെടുപ്പിക്കുക, ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനെതിരെ ചൂഷണം ചെയ്യുന്നതിൻ്റെ റൈറ്റ്സ് ഏത് ആർട്ടിക്കിളിലാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ വരുന്നത് ബി ആണ്. ആർട്ടിക്കിൾ 23 to 24 വരെയാണ്. ആർട്ടിക്കിൾ 23 എന്താണ് പറയുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ലേബറും എന്താകുന്നു, പ്രൊഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദിസ് ആർട്ടിക്കിൾ എയിംസ് ടു പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ ഇൻ എനി ഫോം. ഒരു തരത്തിലുള്ള ചൂഷണം ഇൻഡിവിജ്വലിനെതിരെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ്, മനുഷ്യക്കടത്തിനെ പ്രൊഹിബിറ്റ് ചെയ്ത് നിരോധിക്കുന്നു. വിച്ച് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ലൈക്ക് ബൈയിങ്, സെല്ലിങ്, ട്രാൻസ്പോർട്ടിങ് പീപ്പിൾ ഫോർ ഇമ്മോറൽ ഓർ ഇല്ലീഗൽ പർപ്പസ്. മനുഷ്യന്മാർ ബൈ ചെയ്യുക, വാങ്ങുക, അല്ലെങ്കിൽ വിൽക്കുക, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക ജനങ്ങളെ ഫോർ ഇമ്മോറൽ, അധാർമികമായ, അതല്ലെങ്കിൽ ഓർ ഇല്ലീഗൽ പർപ്പസിന് വേണ്ടി, സച്ച് ആസ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഓർ സാൽവറിക്കോ അതല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് എന്താക്കുക, നമ്മളിങ്ങനെ ബൈയിങ്, സെല്ലിങ് ഒക്കെ ചെയ്യുക, അതിനൊക്കെ ഇത് പ്രൊഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ മുഖേന്ദ്രം. അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു. ഇറ്റ് ഓൾസോ ബാൻസ് ബെഗർ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ്ഡ് ലേബർ വിത്തൗട്ട് പേയ്മെൻറ്റ്, നിർബന്ധിതമായി ഒരാളെ ജോലി എടുപ്പിക്കുക വിത്തൗട്ട് പേയ്മെൻറ്റ് ഇല്ലാതെ എന്നുള്ളതാണ്. ഇറ്റ് ഓൾസോ ബാൻസ് ബെഗറിനെ എന്താക്കുന്നത്, നിരോധിക്കുന്നു. ആൻഡ് അതർ സിമിലർ ഫോംസ് ഓഫ് കമ്പൽസറി ലേബർ, മറ്റുള്ള കമ്പൽസറി ലേബർ നിർബന്ധിതമായി ജോലിയെടുപ്പിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ എന്താക്കുന്നത്, ഇത് പ്രൊഹിബിറ്റ് ചെയ്യുന്നു, ബാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. എനി വയലേഷൻ ഓഫ് ദിസ് പ്രൊവിഷൻ ഈസ് കൺസേൺ ഓൺ ആൻ ഒഫൻസ് പണിഷബിൾ ബൈ ലോ. ഇതുമായിട്ട് എന്തെങ്കിലും വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പണിഷബിൾ ബൈ ലോ ആണ് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 24 എന്താണ് പറയുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ എന്നുള്ളതാണ്. ദിസ് ആർട്ടിക്കിൾ ഫോക്കസ് സ്പെസിഫിക്കലി ഓൺ ചിൽഡ്രനെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇറ്റ് പ്രൊഹിബിറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ 14 years, അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ജോലി ചെയ്യുന്നതിൽ നിന്ന് ഇതെന്താക്കുന്നു, പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. എങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത്? ഫാക്ടറീസ്, മൈൻസ്, ഹസാർഡസ് ഒക്യുപ്പേഷൻ, എന്തെങ്കിലും ഫാക്ടറിയിലോ മെയിനിലോ അതല്ലെങ്കിൽ മറ്റ് ഡേഞ്ചറായിട്ടുള്ള ജോലികളൊക്കെ വിദ്യാർത്ഥികൾ ഈ 14 വയസ്സിന് താഴെയുള്ള ചിൽഡ്രൻ എടുക്കുന്നതിൽ നിന്ന് എന്താക്കുന്നു, പ്രൊഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദ ഗോൾസ് ടു എൻഷുർ ചിൽഡ്രൻ ആർ നോട്ട് എക്സ്പോസ്ഡ് ടു ഡേഞ്ചറസ് വർക്ക്സ് എൻവയോൺമെൻറ്റ് ആൻഡ് ക്യാൻ ഫോക്കസ് ഓൺ ദി എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ എയിം എന്നാണ്, ലക്ഷ്യം എന്തായെന്ന് വെച്ചാൽ എന്തുറപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഡേഞ്ചറസ് വർക്കുകളിൽ നിന്ന് ചിൽഡ്രനെ മാറ്റി നിർത്തിയിട്ട് നേരെ എഡ്യൂക്കേഷനും അങ്ങനെയുള്ള വികസനമൊക്കെ അവർക്ക് എന്താക്കുക, സപ്പോർട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ആർട്ടിക്കിൾ അബോളിഷ് അൺടച്ചബിലിറ്റി ഇൻ ഇന്ത്യ. അൺടച്ചബിലിറ്റി ഏത് ആർട്ടിക്കിളാണ് അബോളിഷ് ചെയ്യുന്നത്, നിർത്തലാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 സ്റ്റേറ്റ് ദാറ്റ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, ഈസ് അബോളിഷ്ഡ്, അത് നിർത്തലാക്കി. ആൻഡ് ഇറ്റ് ഈസ് പ്രാക്ടീസ് ഇൻ എനി ഫോം ഈസ് ഫോർബിഡൻ, ഏത് തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിരോധിക്കപ്പെട്ടതാണ്. ദിസ് മീൻസ് ദാറ്റ് എനി ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് എ പേഴ്സൺ, ഒരു പേഴ്സണിനെതിരെയും ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ് എസ്പെഷ്യലി പ്രാക്ടീസസ് ട്രീറ്റിംഗ് സർട്ടൻ ഗ്രൂപ്പ്സ് ആസ് അൺടച്ചബിൾ, അങ്ങനെയുള്ളത് ഉണ്ടെങ്കിൽ ഈസ് കംപ്ലീറ്റ്ലി ഇല്ലീഗലാണ്. അങ്ങനെയുള്ളത് ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇല്ലീഗലാണ്. അതായത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാസ്റ്റിനെതിരെ ഒരു കൈൻഡ് ഓഫ് അൺടച്ചബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇന്നും ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ്. ഇറ്റ് മേക്സ് അൺടച്ചബിലിറ്റി എ പണിഷബിൾ ഒഫൻസ് അണ്ടർ ലോ, നിയമപ്രകാരം ഇത് പണിഷബിളായ ഒരു ഒഫൻസ് ആണ് എന്നുള്ളതാണ്. ദ ടേം അൺടച്ചബിലിറ്റി ഈസ് നോട്ട് ഡിഫൈൻഡ് എക്സ്പ്ലിസിറ്റ്ലി ബട്ട് ഇറ്റ് ഈസ് റെഫേഴ്സ് ടു സോഷ്യൽ ഡിസാബിലിറ്റീസ് ഇമ്പോസ്ഡ് ഓൺ ലോവർ കാസ്റ്റസ് എസ്പെഷ്യലി ദളിറ്റ്സ്. അൺടച്ചബിലിറ്റി എന്നുള്ളൊരു ടേം എക്സ്പ്ലിസിറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്യുന്നില്ലെങ്കിലും ഇതെന്താണ്, ഇറ്റ് റെഫേഴ്സ് ടു ദി സോഷ്യൽ ഡിസാബിലിറ്റീസ്, സോഷ്യലായിട്ടുള്ള ഒരു ഡിസാബിലിറ്റീസാണ് ഇമ്പോസ്ഡ് ഓൺ ലോവർ കാസ്റ്റ്,
താഴേക്കിടയിലുള്ള കാസ്റ്റിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ളത്, എസ്പെഷ്യലി ദളിതിൻ്റെ മുകളിലൊക്കെ. ഇറ്റ് എൻഷൂർസ് ഈക്വൽ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഡിഗ്നിറ്റി ഫോർ ഓൾ സിറ്റിസൺ. എല്ലാ സിറ്റിസണും ഈക്വലായിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസും ഡിഗ്നിറ്റിയും എന്താക്കി ഇത് എൻഷൂർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പ്രകാരം വരുന്ന ലീഗൽ എൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. ടു ഗിവ് എഫക്റ്റ് ടു ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 17 എഫക്റ്റ് ചെയ്യാൻ വേണ്ടി ദ പാർലമെൻറ്റ് എനാക്ട്സ് ലോ സച്ച് ആസ് പല നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്ന് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955, SC/ST പ്രിവെൻഷൻ ആൻഡ് അട്രോസിറ്റീസ് ആക്ട് 1989. ദീസ് ലോസ് പ്രൊവൈഡ് പെനാൽറ്റീസ് ആൻഡ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് വയലൻസ്. ജാതിപരമായിട്ടുള്ള വിവേചനവും അതുപോലെ തന്നെ അക്രമങ്ങൾക്കുമെതിരെ ഈ തരത്തിലുള്ള ലോകൾ, ഈ മുകളിൽ പറഞ്ഞ നിയമങ്ങൾ എന്താക്കുന്നുണ്ട്, പെനാൽറ്റീസും അവർക്ക് സുരക്ഷിതത്വം സേഫ് ഗാർഡും നൽകുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ റൈറ്റ് ടു ഈക്വാലിറ്റി ഫോർ ഓൾ സിറ്റിസൺ ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു എംപ്ലോയ്മെൻറ്റ് ഓർ അപ്പോയിൻമെൻറ്റ് ടു എനി ഓഫീസ് അണ്ടർ ദി സ്റ്റേറ്റ് ഗ്യാരണ്ടീഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ. ഏത് ആർട്ടിക്കിളിൻ്റെ കീഴിലാണ് എല്ലാ സിറ്റിസണും റിലേറ്റിംഗ് ടു എംപ്ലോയ്മെൻറ്റ് അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഇത് രണ്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റ് ടു ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 16 16 ഓപ്ഷൻ സി. ആർട്ടിക്കിൾ 16 ഡീൽസ് വിത്ത് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ആർട്ടിക്കിൾ 16 ഡീൽ ചെയ്യുന്നത് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ്. ഫോർ ഓൾ സിറ്റിസൺ, അവസരങ്ങളിലുള്ള സമത്വത്തെക്കുറിച്ചാണ്. എല്ലാ സിറ്റിസണും, എല്ലാ പൗരന്മാർക്കും. ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു എംപ്ലോയ്മെൻറ്റ്, ജോലി ആവശ്യങ്ങൾ, ഓർ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും ടു എനി ഓഫീസ് അണ്ടർ ദി സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഏത് ഓഫീസിൽ അപ്പോയിൻമെൻറ്റോ അതല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഈക്വാലിറ്റി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റി. നോ സിറ്റിസൺ ഷാൾ ബി ഡിസ്ക്രിമിനേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ്, ഒരാളും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടാൻ പറ്റില്ല ഓൺ ദി ബേസിസ് ഓഫ് റൈസ്, സെക്സ്, റിലീജിയൻ, കാസ്റ്റ്, ഡിസെൻറ്റ്, പ്ലേസ് ഓഫ് ബർത്ത്, ജന്മസ്ഥലം, അതുപോലെ തന്നെ പിൻഗാമികളുടെ കാര്യം നോക്കിയിട്ട് ലിംഗവിവേചനം, ജാതി, റിലീജിയൻ ബേസ് അതല്ലെങ്കിൽ വർഗം, അങ്ങനെയുള്ള ഒരു തരത്തിൽ നോക്കിയിട്ട് ഒരാളെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ദിസ് ഈസ് കോൺഫൈൻഡ് ഫോർ ടു ഇന്ത്യൻ സിറ്റിസൺ ഓൺലി. ഇത് ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടി മാത്രം രൂപീകരിച്ച ഒന്നാണ്. വിദേശ രാജ്യങ്ങളിലുള്ള പൗരന്മാർക്ക് ഇതിൽ നിന്നുള്ള അവകാശം, ഇതിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റി, റൈറ്റ് കിട്ടില്ല എന്നുള്ളതാണ്. അതിന് 15ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദ റൈറ്റ് ടു പ്രൈവസി ഹാസ് ബീൻ ഹെൽഡ് ബൈ ദ സുപ്രീം കോർട്ട് ടു ബി പാർട്ട് ഓഫ് വിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്. ഏത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമായിട്ടാണ് റൈറ്റ് ടു പ്രൈവസിയെ സുപ്രീം കോടതി വിധിച്ചത് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 21. ദ റൈറ്റ് ടു പ്രൈവസി ഈസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്സ്പ്ലിസിറ്റ്ലി അത് മെൻഷൻ ചെയ്തിട്ടില്ല, അതായത് വ്യക്തമായി അതിന് മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് ഹാസ് ബീൻ ജുഡീഷ്യലി റെക്കഗ്നൈസ്ഡ്, അതായത് കോടതി മുഖാന്തരം നിയമപരമായിട്ട് ഇതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് അണ്ടർ ആർട്ടിക്കിൾ 21 വിച്ച് ഗ്യാരണ്ടീസ്. ആർട്ടിക്കിൾ 21 കീഴിലാണ് ഇതിനെ കണക്കാക്കിയത്. വിച്ച് ഗ്യാരണ്ടീസ്. ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നത്? നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈവഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി. ഒരുത്തനും എന്താവരുത്, അദ്ദേഹത്തിൻ്റെ ലൈഫോ അതല്ലെങ്കിൽ പേഴ്സണൽ ലിബർട്ടിയോ ഡിപ്രൈവ് ചെയ്യാൻ പറ്റില്ല എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദി പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ലോ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അല്ലാതെ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചില സിറ്റുവേഷനിൽ എന്താകും, ഡിപ്രൈവ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളതാണ്. 16 എന്താണ് പറയുന്നത് ക്വസ്റ്റ്യൻ? ബൈ വിച്ച് അമെൻമെൻറ്റ് വാസ് Article 21A, right to education, inserted into the Constitution, making elementary education a fundamental right for children of 6 to 14 years. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എലമെൻ്ററി എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് ആർട്ടിക്കിൾ 21A എന്നതിനെ കൊണ്ടുവന്നത്, അതായത് എപ്പോഴാണ്, ഏത് അമെൻമെൻറ്റ് മുഖേനയാണ് അത് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻസേർട്ട് ചെയ്തത്, ഉൾപ്പെടുത്തിയത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ബി ആണ്, 86th അമെൻമെൻ്റ് ആണ്. ദ 86th അമെൻമെൻറ്റ് ആക്ട്, 86ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 2002 ഇൻസേർട്ടഡ് ആർട്ടിക്കിൾ 21A ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ഒരു 86ാമത് ഭേദഗതി നിയമപ്രകാരമാണ്. ടു മേക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. എന്തിനാണ്? ചിൽഡ്രൻസിന്, അതായത് ഏജ്ഡ് 6 to 14 years, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ചിൽഡ്രൻസിന് എല്ലാം കമ്പൽസറി എഡ്യൂക്കേഷൻ, നിർബന്ധിതമായിട്ടും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ് ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ടു ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് പോളിസിനെ കുറിച്ചിട്ടും ശരിയായത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോൺ ജസ്റ്റീഷ്യബിൾ വെൽ DPSPs ആർ ജസ്റ്റീഷ്യബിൾ.
ബോത്ത് ആർ ജസ്റ്റീഷ്യബിൾ. സി എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ, DPSP ആർ നോൺ ജസ്റ്റീഷ്യബിൾ, ബോത്ത് ആർ നോൺ ജസ്റ്റീഷ്യബിൾ. ആൻസർ സി ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റും. മീനിങ് ദേ ആർ ലീഗലി എൻഫോഴ്സബിൾ. നിയമപരമായിട്ട് അത് നടപ്പിലാക്കാൻ പറ്റും. ആൻഡ് ക്യാൻ ബി ചലഞ്ചഡ് ഇൻ ദി കോർട്ട്. കോടതിയിൽ നമുക്കത് ചലഞ്ച് ചെയ്യാൻ പറ്റും. വൈൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസ്, DPSPs ആർ നോൺ ജസ്റ്റീഷ്യബിൾ, മീനിങ് ദി ക്യാൻ നോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ കോർട്ട്സ്. കോടതിയിൽ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നമുക്ക് സെറ്റായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ എ കോർട്ട് ഇഷ്യൂ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? താഴെ പറയുന്നതിൽ നിന്ന് ഏതാണ് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ആൻസർ സി ആണ്. എ കോർട്ട് ക്യാൻ ഇഷ്യൂ എ റിട്ട് ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. 19ാമത്തെ എന്താണെന്ന് പറയുന്നത്? ഹൂ ഇസ് ദ ഗാർഡിയൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഗാർഡിയൻ ആരാണ്? എനുമറേറ്റഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഗാർഡിയനായിട്ട് എനുമറേറ്റ് ചെയ്യപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, സുപ്രീം കോടതി. ദ ഗാർഡിയൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ജുഡീഷ്യറി. ജുഡീഷ്യറിയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഗാർഡിയനായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. പെർട്ടിക്കുലർലി ദ സുപ്രീം കോടതിയാണ് പ്രത്യേകമായിട്ടും. ആർട്ടിക്കിൾ 32 പ്രകാരം ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ട നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. ആൻഡ് ഹൈക്കോർട്ടാണ് ആർട്ടിക്കിൾ 226 പ്രകാരം ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ട നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഫോറിൻ സിറ്റിസൺ? ഫോറിൻ സിറ്റിസണിന് അവൈലബിൾ അല്ലാത്ത ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ആർട്ടിക്കിൾ 19 എന്നാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്, മൂവ്മെൻറ്റ്, പ്രൊഫഷൻ എക്സെട്ര ഈസ് അവൈലബിൾ ടു ഓൺലി ഇന്ത്യൻ സിറ്റിസൺ, നോട്ട് ഫോറിൻ സിറ്റിസൺ. അത് ഫോറിൻ സിറ്റിസൺ ലഭിക്കുകയില്ല.